കോഴിക്കോട് നാദാപുരം മണ്ഡലത്തിൽ LDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി UDF സ്ഥാനാർത്ഥി KM അഭിജിത്ത്. പലരെയും ബൂത്ത് ഏജന്റുമാർ തടഞ്ഞിരുന്നു. ഇതിന്റെ ബാക്കി പത്രമാണ് ഏജന്റുമാർക്ക് നേരെയുണ്ടായ ആക്രമണമെന്നും KM അഭിജിത്ത് ആരോപിച്ചു. പരാജയ ഭീതിയുണ്ടായപ്പോൾ അക്രമം കൊണ്ട് നേരിടാനാണ് CPIM ശ്രമിക്കുന്നത്. പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി അടികൂടുന്ന ഗുണ്ടകളാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്നും പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPIM പ്രവർത്തകർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അഭിജിത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നാദാപുരം. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി അഭിജിത്താണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. 2021 അപേക്ഷിച്ച് അല്പം വോട്ടിങ്ങിൽ കുറവുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസും UDFും ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, വോട്ടിംഗ് സംബന്ധിച്ച് ഞങ്ങൾ തികഞ്ഞ വിശ്വാസമുണ്ട്. ഇത്തവണത്തെ വോട്ടുകളെല്ലാം UDFിന് അനുകൂലമായി വന്ന വോട്ടുകളാണ്. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നാദാപുരത്തെ ജനങ്ങൾ ഒന്നിച്ച് UDFിനൊപ്പം ജയിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ഇന്നലെ കണ്ടതും. കാരണം CPMന്റെ നേതൃത്വത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ കള്ളവോട്ടിൻ്റെ ബൂത്ത് പിടുത്തത്തിൻ്റെ ശ്രമങ്ങൾ ഇവിടുത്തെ പല ഏരിയയിലും ഉണ്ടായി. ജനാധിപത്യ ധ്വംസനത്തിന് അവർ നേതൃത്വം കൊടുത്തു. ഒരുപാട് ആളുകൾ ഇന്ന് പുലർച്ചെ 4 മണി വരെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലാണ്. ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ബൂത്തിലെ ഏജന്റായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇന്നലെ പോലീസ് സംരക്ഷണത്തിൽ ഒടുവിൽ വലിയ സമ്മർദ്ദം പോലീസിന്മേൽ ഉണ്ടായതിനുകൊണ്ട് ശേഷം മാത്രമാണ് അവരെ വീടുകളിലേക്ക് എത്തിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ ജനാധിപത്യ ധ്വംസനത്തിനും അക്രമങ്ങൾക്കും തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിലും ഇവിടെ LDF നേതൃത്വം കൊടുത്തു എന്നത് അവരുടെ പരാജയ ഭീതി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി കാണിക്കുന്നു. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് ഇത്തവണ UDF ഈ മണ്ഡലം 59 കാലത്തിന് ശേഷം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ന്യൂനപക്ഷ വോട്ട് എപ്പോഴും നിർണായകമാകുന്ന ഒരു മേഖല കൂടിയാണ് നാദാപുരം. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ള ശ്രമം UDFിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്? അല്ല, പരാജയം അവർ ഉൾക്കൊണ്ടുവന്നത് തന്നെയാണ്. ഇവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഞങ്ങളെ സംബന്ധിച്ച് UDFിന് പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. ഇത്തവണ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളെ സഹായിച്ചു. CPI കാലാകാലങ്ങളായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും UDFിലേക്ക് ആ ജയം എത്തണമെങ്കിൽ ബൾക്കായിട്ടുള്ളൊരു വോട്ട് മാറ്റം ഉണ്ടാകണം. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഈ വോട്ട് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? അല്ല, ഇത്തവണ കേരളത്തിന്റെ ഭരണം ഈ നാട്ടിൽ ഇല്ലാതാകണമെന്ന്, കേരളത്തിൽ LDFിന്റെ ഭരണം അവസാനിക്കണമെന്ന് തീരുമാനിച്ചവരിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുണ്ട്. 2, ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആശയത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ ഇത്തവണ പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കടന്നു വരുന്ന തലമുറയിൽ ഇവിടെ നല്ലപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷവാദികൾ, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഗുണ്ടായിസം കാണിക്കുന്ന എന്തെങ്കിലും അപ്പകഷ്ണത്തിന് വേണ്ടി ക്രിമിനലിസം കാണിക്കുന്ന ചില ഗുണ്ടകൾ, അത്തരം ചില ഗുണ്ടകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് ജനവിധി എന്ന് അവർ തിരിച്ചറിവിന്റെ ഗുണ്ടായിസൊക്കെ അവസാനിപ്പിക്കുന്നത് അവർക്കും നല്ലതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവരെ കൃത്യമായിട്ട് അറിയിക്കുകയാണ്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് നമുക്കൊരു ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല, ജയിക്കുക എന്നതാണ്. എന്തായാലും ആ ജയത്തിൽ കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് കടന്നു പോകുമെന്നാണ് വിശ്വാസം. എന്തായാലും കൃത്യമായ ജയപ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. ഭൂരിപക്ഷം പറയുന്നില്ല, പക്ഷേ ആ ജയം കോൺഗ്രസിനൊപ്പമായിരിക്കും, UDFിനൊപ്പമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അഭിജിത്ത് പറഞ്ഞു വയ്ക്കുന്നത്.